ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്ന് നമുക്ക് ഓർഗനൈസേഷൻ ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കമ്പനികളിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിലെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അവരുടെ പൊസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ കൊടുത്തേക്കുന്ന എല്ലാമാണ് CEOയ്ക്ക് അണ്ടറിൽ വരുന്നത്. ഇനി ചീഫ് ഓപ്പറേഷൻ ഓഫീസറിൻ്റെ അണ്ടറിലാണ് ഡയറക്ടർ ഓഫ് പ്രൊഡക്ഷനും ഡയറക്ടർ ഓഫ് ഓപ്പറേഷനും വരുന്നത്. ഇനി ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ ഒരു സുപ്പീരിയറും അതിൻ്റെ അണ്ടറിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറും വരുന്നുണ്ട്. ഇനി CFOയ്ക്ക് അണ്ടറിലാണെങ്കിൽ ഡയറക്ടർ ഓഫ് ഫിനാൻസും അതിൻ്റെ അണ്ടറിൽ കൺട്രോളറും ആണുള്ളത്. വൈസ് പ്രസിഡൻറ്റ് ഓഫ് മാർക്കറ്റിങ്ങിനകത്ത് റിസർച്ച് മാർക്കറ്റിംഗ് മാനേജറും അതിൻ്റെ അണ്ടറിൽ വെബ് മാസ്റ്ററും ആണുള്ളത്. ഇനി വൈസ് പ്രസിഡൻറ്റ് ഓഫ് സെയിൽസിനകത്ത് സെയിൽസ് ഡയറക്ടറും അതിൻ്റെ അണ്ടറിൽ 2 സെയിൽസ് എക്സിക്യൂട്ടീവ്സും ഉണ്ട്. IT അണ്ടറിൽ സിസ്റ്റം അഡ്മിൻ, പിന്നെ വൈസ് പ്രസിഡൻറ്റ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ അണ്ടറിൽ പ്രോഗ്രാം മാനേജറും, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം സൂപ്പർവൈസറും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അണ്ടറിലാണ് പ്രോഗ്രാമർ വരുന്നത്. 2 പ്രോഗ്രാമറും വരുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഓർഗനൈസേഷൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ഇത്രയും ഡേറ്റ ഒന്ന് കോപ്പി ചെയ്യണം. അതിനായിട്ട് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+C കൊടുക്കാം. അതിനുശേഷം ഇൻസേർട്ടിനകത്ത് ഇലിസ്ട്രേഷൻസിൽ സ്മാർട്ട് ആർട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. അതിനകത്തുനിന്ന് ഹൈറാർക്കി എന്ന് കൊടുത്തേക്കുന്ന ആ ഒരു ഗ്രൂപ്പ് എടുക്കണം. അതിനകത്ത് ഒരുപാട് ഹൈറാർക്കിക്കലായിട്ടുള്ള ചാർട്ടുണ്ട്. അതിനകത്ത് ആദ്യം കിടക്കുന്നത് ഓർഗനൈസേഷൻ ചാർട്ട് എന്നും പറഞ്ഞ് ഒരെണ്ണം കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചാർട്ട് ക്രിയേറ്റ് ആയി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബോക്സ് ഉണ്ട്, ടെക്സ്റ്റ് പെയിൻ എന്നാണ് പറയുന്നത്. ആ ടെക്സ്റ്റ് പെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ സ്മാർട്ട് ആർട്ട് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. ആ ടാബിനകത്ത് ഇവിടെ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് പെയിൻ എന്നും പറഞ്ഞ്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ബോക്സ് പോകും. ഇനി വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ മതി. ഈ ടെക്സ്റ്റ് പെയിൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കതിൽ എഡിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ചാർട്ടിനകത്തേക്ക് അത് ആഡ് ചെയ്ത് വരും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റയൊക്കെ ഇനി ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി അത് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പം ആദ്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ടെക്സ്റ്റ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+A കൊടുത്ത് ഫുള്ളായിട്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ഡേറ്റ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+V കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ആ ഡേറ്റ എല്ലാം ഇതിലേക്ക് കോപ്പി ചെയ്തു. അതിപ്പം ഇവിടെ ഒരു ലൈനായിട്ട് ആ കൊടുത്തിരുന്ന എല്ലാ പൊസിഷനും ഒരു ലൈൻ പോലെ ഇങ്ങനെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ ചാർട്ടിൻ്റെ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പൊസിഷൻസ് അത് ഓരോന്നും അതിൻ്റെ ലെവൽ അനുസരിച്ച് ഓരോന്നിൻ്റെ അണ്ടറിലായിട്ട് കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ടാബ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഏറ്റവും ടോപ്പിൽ CEO ആണ് വരുന്നത്. CEOയ്ക്ക് അണ്ടറിലാണ് COO വരുന്നത്, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ. അപ്പം നമ്മൾ CEOയ്ക്ക് അണ്ടറിൽ COO വരാൻ വേണ്ടിയിട്ട് COO എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്യണം. ഇപ്പം ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്തപ്പോഴത്തേക്കിനും അത് റൈറ്റ് സൈഡിലേക്ക് ഒരു തവണ മൂവായി. അത് ഇവിടെ ഈ ചാർട്ടിൽ നോക്കിയാലും കാണാൻ പറ്റും CEOയ്ക്ക് അണ്ടറിലായിട്ട് വന്നേക്കുന്നത്. ഇനി അടുത്തത് ചീഫ് ഓപ്പറേഷൻ ഓഫീസറിൻ്റെ അണ്ടറിൽ ഡയറക്ടർ ഓഫ് പ്രൊഡക്ഷനും ഡയറക്ടർ ഓഫ് ഓപ്പറേഷനും ആണുള്ളത്. അപ്പം ഈ ഒരു ചീഫ് ഓപ്പറേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തവണയാണ് പ്രസ് ചെയ്തത്. അതുകൊണ്ട് ഡയറക്ടർ ഓഫ് പ്രൊഡക്ഷനും ഓപ്പറേഷനും അത് രണ്ടും 2 തവണയാണ് ടാബ് കീ പ്രസ് ചെയ്യേണ്ടത് അതിൻ്റെ അണ്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അടുത്തത് ഡയറക്ടർ ഓഫ് ഓപ്പറേഷനാണ്. അതിൻ്റെ അണ്ടറിൽ സുപ്പീരിയർ ഉണ്ട്. അപ്പം സുപ്പീരിയർ എന്നുള്ളത് നമ്മൾ 3 തവണ പ്രസ് ചെയ്യണം. 3 തവണ ടാബ് കീ പ്രസ് ചെയ്യുമ്പോഴാണ് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ്റെ അണ്ടറിൽ സുപ്പീരിയർ എന്നുള്ളത് വരുന്നത്. അടുത്തത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അത് സുപ്പീരിയറിൻ്റെ അണ്ടറിലായതുകൊണ്ട് 4 തവണയാണ് പ്രസ് ചെയ്യേണ്ടത്. 4 തവണ ടാബ് കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും സുപ്പീരിയറിൻ്റെ അണ്ടറിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ വരും.
അടുത്തത് CFO. CFO എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ സിഇഒയുടെ തൊട്ട് താഴെയുള്ള ഒരു പൊസിഷനാണ് CFO. അപ്പം CFO എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിൽ സിഇഒയുടെ അണ്ടറിൽ വരാൻ വേണ്ടിയിട്ട് ഒരു തവണ ടാപ്പ് കീ പ്രസ് ചെയ്യണം. അടുത്തത് CFOയുടെ അണ്ടറിൽ ഡയറക്ടർ ഓഫ് ഫിനാൻസ് 2 തവണ പ്രസ് ചെയ്യണം. കൺട്രോളർ എന്നുള്ളത് 3 തവണയും പ്രസ് ചെയ്യണം. ഇനി വൈസ് പ്രസിഡൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് സിഇഒയുടെ തൊട്ട് താഴെയുള്ള പൊസിഷനാണ്. അത് ഒരു തവണ ടാപ്പ് കീ പ്രസ് ചെയ്യണം. ഇനി അതിൻ്റെ അണ്ടറിൽ റിസർച്ച് മാർക്കറ്റിംഗ് മാനേജർ ആണ്. അത് 2 തവണ പ്രസ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് വെബ് മാസ്റ്റർ. വെബ് മാസ്റ്റർ എന്ന് പറയുന്നത് 3 തവണ പ്രസ് ചെയ്യണം. ഇനി അടുത്തത് നോക്കാം, വൈസ് പ്രസിഡൻറ്റ് ഓഫ് സെയിൽസ്. അത് ഒരു തവണയാണ് പ്രസ് ചെയ്യേണ്ടത്. അതിനുശേഷം സെയിൽസ് ഡയറക്ടർ 2 തവണ, സെയിൽസ് എക്സിക്യൂട്ടീവ്സ് 2 പേരുണ്ട്. അപ്പോൾ അത് 3 തവണ, 2ഉം 3 തവണ പ്രസ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിന് ഈ ചാർട്ടിനകത്ത് അത് മാറി മാറി വരുന്നുണ്ട്. എൻജിനീയറിങ്ങിൻ്റെ അണ്ടറിൽ പ്രോഗ്രാം മാനേജറാണ്. അത് 2 തവണ പ്രസ് ചെയ്യണം. പിന്നെ അതിൻ്റെ അണ്ടറിലാണ് പ്രോഗ്രാം സൂപ്പർവൈസർ വരുന്നത്. അപ്പം 3 തവണ പ്രസ് ചെയ്യണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാമർ. അപ്പോൾ അത് 4 തവണ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഫുള്ള് ചാർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ CEO വന്നു. അതിൻ്റെ അണ്ടറിൽ COO, CFO, പിന്നെ മാർക്കറ്റിംഗ്, സെയിൽസ് അങ്ങനെ എല്ലാം വന്നു. പിന്നെ അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള എല്ലാം വന്നേക്കുന്നത്. ഇങ്ങനെ ഓർഗനൈസേഷൻ ചാർട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്മാർട്ട് ആർട്ട് ഡിസൈൻ ടാബിനകത്ത് ലേഔട്ട്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ലേഔട്ട്സ് കൊടുക്കാൻ പറ്റും. അതിനകത്ത് നമുക്ക് പിക്ചറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാനും ഒക്കെയുള്ള ലേഔട്ട്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസ് ഉണ്ട്. അതിനകത്തും ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഫോർമാറ്റ് ടാബ് ഉണ്ട്. ഫോർമാറ്റ് ടാബിനകത്തും ഇതുപോലെ തന്നെ പല പല ഫോർമാറ്റിങ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടെക്സ്റ്റിനൊക്കെ കളർ കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ടെക്സ്റ്റ് പെയിനകത്തായാലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഓർഗനൈസേഷൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്